കേരളത്തിൽ നിന്ന് വരുന്ന മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അവരെല്ലാം നിങ്ങളെ അംഗീകരിക്കുന്നു. കേരളത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തു പോയാൽ KMCCയുമായി സഹകരിക്കാൻ ഭരണകർത്താക്കൾ, മന്ത്രിമാർ, MLAമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇതൊന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് തന്നെ KMCCയുടെ സഹകരണം അവരൊക്കെ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ലോക കേരള സഭയേക്കാൾ കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനം KMCCകൾ നടത്തുന്നുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത മേഖലകളിലാണ് ഇപ്പോൾ KMCC പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലം ലോകം മുഴുവൻ കണ്ടതാണ്. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ ദുരന്ത സമയത്തൊക്കെ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു പ്രവാസി പ്രസ്ഥാനം ലോകത്ത് കാണുക സാധ്യമല്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കടലുകൾ കടന്ന് അക്കരെ എത്തിയ ആളുകൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നാടിനെയും ചുറ്റുപാടിനെയും അയൽപക്കത്തെയും സംരക്ഷിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ജീവകാരുണ്യ പ്രസ്ഥാനം എല്ലാ മേഖലകളിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ആസ് എ ലീഡർ അടുത്ത ജനറേഷനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളാണ്. AI ജനറേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് ഫേക്ക് ന്യൂസും മറ്റുമൊക്കെ വരുന്ന ഒരു കാലത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ശബ്ദങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാറണം. പ്രായമായ ആളുകൾക്ക് ഇംഗത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യു ഷുഡ് മേക്ക് യുവർ റിട്ടയർമെന്റ് പ്ലാൻ. റിട്ടയർമെന്റ് പ്ലാനിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ CH സെന്ററുകളും, എല്ലാ PTHകളും, എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും KMCCയുടെ ചോരയും നീരും. ഇന്നിപ്പോൾ ഇതിനെ നമ്മൾ വേൾഡ് KMCC എന്ന് വിളിക്കുവാനാണ്. അങ്ങനെ ഒരു നാമകരണമാണ്. വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി, ജനറൽ സെക്രട്ടറി UAE KMCCയുടെ ദേശീയ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ, ട്രഷററായിട്ട് USA KMCCയുടെ പ്രസിഡന്റ് UA നസീർ. वतन से चिट्ठी आई है।